ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ വെൽത്തി ലൈഫ്. വെൽത്തി ലൈഫിൻ്റെ ഇന്നത്തെ വീഡിയോയിൽ ഇന്ത്യ മാർട്ട് ഇൻ്റർമെഷ് ലിമിറ്റഡ് എന്ന സ്റ്റോക്ക് റിലേറ്റഡ് ആയിട്ടുള്ള ചില പോസിറ്റീവ് അപ്ഡേറ്റുകളാണ് കവർ ചെയ്യുന്നത്. ഇന്ത്യ മാർട്ട് ഇൻ്റർമെഷ് എന്ന കമ്പനി B2B സെക്ടറിലെ മാർക്കറ്റ് ലീഡർ കമ്പനിയാണ്. അതോടൊപ്പം തന്നെ ഈ കമ്പനി ഒരു ഡെപ്റ്റ് ഫ്രീ കമ്പനി കൂടിയാണ്. കമ്പനിയുടെ ക്വാർട്ടർ 1 റിസൾട്ട് വളരെ അടുത്ത് വന്നിരുന്നു. ആ ക്വാർട്ടർ 1 റിസൾട്ടിൽ കമ്പനിയുടെ പെർഫോമൻസ് വളരെ മികച്ച പെർഫോമൻസ് ആയിരുന്നു നമ്മൾക്ക് കാണാൻ സാധിച്ചത്. ക്വാർട്ടർ 1 റിസൾട്ടിൻ്റെ പശ്ചാത്തലത്തിൽ പ്രമുഖ ബ്രോക്കേജിംഗ് ഏജൻസിയായ മോട്ടിലാൽ ഓസ്വാൾ ഇന്ത്യ മാർട്ട് ഇൻ്റർമെഷ് എന്ന കമ്പനിയുടെ ടാർഗറ്റ് ഉയർത്തിയിട്ടുണ്ട്. ഈ സ്റ്റോക്കിൻ്റെ പുതിയ ടാർഗറ്റും അതുപോലെ തന്നെ ഈ സ്റ്റോക്കിന് ഇത്രയും നല്ലൊരു ടാർഗറ്റ് നൽകുന്നതിൻ്റെ പിന്നിലെ റാഷണൽസുമാണ് നമ്മൾ ഇന്നത്തെ വീഡിയോ വഴി അനാലിസിസ് ചെയ്യുന്നത്. ഡീറ്റെയിൽഡ് വീഡിയോ അനാലിസിസിലേക്ക് കടക്കുന്നതിന് മുൻപ് വെൽത്തി ലൈഫ് എന്ന ചാനൽ നിങ്ങൾ ആദ്യമായാണ് വിസിറ്റ് ചെയ്യുന്നതെങ്കിൽ ചാനൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക. ഫോർ ഗെറ്റിംഗ് ഇൻസ്റ്റൻറ്റ് സ്റ്റോക്ക് റെക്കമെൻഡേഷൻ ആൻഡ് റെഗുലർ മാർക്കറ്റ് അപ്ഡേറ്റ്. ചാനലിൻ്റെ സൈഡിൽ നിന്നും സ്വിംഗ് ട്രേഡിന് ആവശ്യമായ അഡീഷണൽ ഇൻസൈറ്റ്സ് ലഭിക്കുന്നതിന് വേണ്ടി ജോയിൻ ബട്ടൺ എന്ന ഓപ്ഷൻ കൺസിഡർ ചെയ്യാവുന്നതാണ്. 10,000 രൂപയുടെ മാർക്കറ്റ് പ്രൈസിൽ അവൈലബിൾ ആയിരുന്ന ഇന്ത്യ മാർട്ട് ഇൻ്റർമെഷ് എന്ന സ്റ്റോക്ക് വലിയൊരു ഡിസ്കൗണ്ട് പ്രൈസിലാണ് ഇപ്പോൾ ലഭിക്കുന്നത്. 7,231 രൂപ എന്ന പ്രൈസ് റേഞ്ചിലാണ് ഈ സ്റ്റോക്ക് ഇന്നത്തെ ദിവസം ട്രേഡ് ചെയ്യുന്നത്. സ്റ്റോക്കിൽ നമ്മൾക്കൊരു ഫ്ലാറ്റ് റെസ്പോൺസ് ആണ് കാണാൻ സാധിച്ചത്. സ്റ്റോക്കിൻ്റെ ഷോർട്ട് ടൈം മൂവ്മെൻറ്റ് നമ്മൾ നോക്കുകയാണെങ്കിൽ 7,500 രൂപയും 7,700 രൂപയും ഈ സ്റ്റോക്കിനെ സംബന്ധിച്ചിടത്തോളം ഒരു പ്രധാനപ്പെട്ട ഹഡിലായി മാറിക്കഴിഞ്ഞു. ഇന്ത്യ മാർട്ട് ഇൻ്റർമെഷ് എന്ന കമ്പനിയുടെ ക്വാർട്ടർ 1 റിസൾട്ട് 4 ദിവസത്തിന് മുൻപെയാണ് വന്നത്. ക്വാർട്ടർ 1 റിസൾട്ടിൻ്റെ പശ്ചാത്തലത്തിൽ പ്രമുഖ ബ്രോക്കേജിംഗ് ഏജൻസിയായ മോട്ടിലാൽ ഓസ്വാൾ ഇന്ത്യ മാർട്ട് ഇൻ്റർമെഷ് എന്ന സ്റ്റോക്കിന് ബൈ എന്ന റേറ്റിംഗും 8,610 രൂപ എന്ന ടാർഗറ്റുമാണ് നൽകിയത്. സ്റ്റോക്കിൻ്റെ ഇപ്പോഴത്തെ കറണ്ട് പ്രൈസ് ഏകദേശം 7,200 രൂപ പ്രൈസ് ആയതിനാൽ സ്റ്റോക്കിൽ ഏകദേശം 20% അപ്സൈഡ് മൂവ്മെൻറ്റിനുള്ള സാധ്യതയാണ് മോട്ടിലാൽ ഓസ്വാളിൻ്റെ ടാർഗറ്റിൽ നിന്ന് നമ്മൾക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. റീസെൻ്റ്ലി പുറത്തു വന്ന ക്വാർട്ടർ 1 റിസൾട്ട് പരിശോധിക്കുകയാണെങ്കിൽ കമ്പനി അതിൻ്റെ നില ക്വാർട്ടർ ടു ക്വാർട്ടറിലും അതുപോലെ തന്നെ ഇയർ ഓൺ ഇയറിലും മെച്ചപ്പെടുത്തുന്നതെന്ന് കാണാൻ സാധിക്കും. നമ്മൾ അനലൈസ് ചെയ്ത പല കമ്പനികളുടെയും ക്വാർട്ടർ 1 റിസൾട്ട് ഇന്ത്യ മാർട്ടുമായി കമ്പയർ ചെയ്യുകയാണെങ്കിൽ ഒട്ടുമിക്ക കമ്പനികളും ഇയർ ഓൺ ഇയറിൽ നല്ല രീതിയിൽ പെർഫോം ചെയ്യുകയും ക്വാർട്ടർ ടു ക്വാർട്ടറിൽ കമ്പനികളുടെ പെർഫോമൻസിൽ അല്പം ഡെൻറ്റ് കാണാൻ സാധിക്കുകയും ചെയ്തു. പക്ഷേ ഇന്ത്യ മാർട്ടിൻ്റെ ക്വാർട്ടർ 1 റിസൾട്ട് നോക്കുകയാണെങ്കിൽ ക്വാർട്ടർ ടു ക്വാർട്ടറിലും കമ്പനി അതിൻ്റെ പെർഫോമൻസ് മെച്ചപ്പെടുത്തിയതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. കമ്പനിയുടെ കൺസോളിഡേറ്റഡ് ടോട്ടൽ റവന്യൂ നമ്മൾ നോക്കുകയാണെങ്കിൽ ഇയർ ഓൺ ഇയറിൽ കൺസോളിഡേറ്റഡ് ടോട്ടൽ റവന്യൂ 12.96% വർദ്ധിക്കുകയും ക്വാർട്ടർ ടു ക്വാർട്ടർ അല്ലെങ്കിൽ സീക്വൻഷ്യലി 10.99% വർദ്ധിക്കുകയും ചെയ്തു. അതായത് 2020 ക്വാർട്ടർ 1 ഈ കമ്പനിയുടെ ടോട്ടൽ റവന്യൂ 186 കോടിയായിരുന്നു. ഇപ്പോൾ ഈ കമ്പനിയുടെ ടോട്ടൽ റവന്യൂ 211 കോടിയായി മാറിയിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ കമ്പനിയുടെ പ്രീവിയസ് ക്വാർട്ടറിലെ ടോട്ടൽ റവന്യൂ നോക്കുകയാണെങ്കിൽ 190 കോടിയായിരുന്നു. കമ്പനിയുടെ പ്രോഫിറ്റ് ആഫ്റ്റർ ടാക്സും വർദ്ധിക്കുന്നതായിട്ട് കാണാൻ സാധിക്കും. ഈ ക്വാർട്ടറിൽ കമ്പനി റിപ്പോർട്ട് ചെയ്ത പ്രോഫിറ്റ് ആഫ്റ്റർ ടാക്സ് 89 കോടി 40 ലക്ഷം രൂപയാണ്. ഇനി ഇന്ത്യ മാർട്ട് ഇൻ്റർമെഷ് എന്ന കമ്പനിക്ക് ക്വാർട്ടർ 1 റിസൾട്ടിൻ്റെ പശ്ചാത്തലത്തിലും അതുപോലെ തന്നെ മറ്റ് ചില ഫാക്റ്റുകൾ കൂടി കൺസിഡർ ചെയ്തുകൊണ്ടാണ് പ്രമുഖ ബ്രോക്കേജ് ഏജൻസിയായ മോട്ടിലാൽ ഓസ്വാൾ 8,610 രൂപയുടെ ടാർഗറ്റ് നൽകിയിരിക്കുന്നത്. ആ ഫാക്ടർ ഏതൊക്കെയാണെന്ന് നമ്മൾക്ക് ബ്രോക്കേജ് റേഷണലിൽ നിന്ന് മനസ്സിലാക്കാം. അതായത് കമ്പനിയുടെ കളക്ഷൻസ് അല്ലെങ്കിൽ റവന്യൂ വർദ്ധിക്കുന്നുണ്ട്, ഇയർ ഓൺ ഇയറിൽ കമ്പനിയുടെ ഗ്രോത്തും ഉണ്ടാകുന്നുണ്ട്. എന്നിരുന്നാലും കമ്പനിയുടെ പ്രോഫിറ്റ് മാർജിൻ വളരെ സ്റ്റേബിളും അതുപോലെ തന്നെ വളരെയധികം ഉയർച്ചാ സാധ്യതയുമുള്ള ഒരു പ്രോഫിറ്റ് മാർജിനാണ് ഇന്ത്യ മാർട്ട് എന്ന കമ്പനിയിൽ കാണാൻ സാധിക്കുന്നത് എന്നാണ് മോട്ടിലാൽ ഓസ്വാളിൻ്റെ റിപ്പോർട്ടിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഈ കമ്പനി ഓപ്പറേറ്റിംഗ് ലിവറേജിൻ്റെയും അതുപോലെ തന്നെ കോസ്റ്റ് ഒപ്റ്റിമൈസേഷൻ്റെയും സാധ്യതകൾ പ്രയോജനപ്പെടുത്തിയാണ് കമ്പനി അതിൻ്റെ പ്രോഫിറ്റ് മാർജിൻ ഉയർത്തിയത്. ഈ സസ്റ്റൈനബിൾ പ്രോഫിറ്റ് മാർജിൻ വരും സമയങ്ങളിൽ കമ്പനിയുടെ ഡിജിറ്റലൈസേഷൻ സെക്ടറിലെ ഗ്രോത്ത് പ്രൊമോട്ട് ചെയ്യും എന്നുള്ള കാര്യത്തിൽ ഒരു സംശയവുമില്ല. ഈ കമ്പനിയുടെ ഡിജിറ്റലൈസേഷൻ സെക്ടറിലെ ഗ്രോത്ത് നോക്കുകയാണെങ്കിൽ 25%. കൂടാതെ എൻ്റയർ മാർക്കറ്റ് ഷെയർ നോക്കുകയാണെങ്കിൽ അവിടെ 70% കൂടുതൽ മാർക്കറ്റ് ഷെയറുള്ള കമ്പനിയാണ്. അതായത് B2B ബിസിനസ് സെഗ്മെൻറ്റിലെ ഒരു ഗെയിൻഡ് കമ്പനിയാണെന്ന് പറയാൻ സാധിക്കും. 70%-ലേറെ മാർക്കറ്റ് ഷെയർ ഈ കമ്പനിയുടെ ഭാഗമാണ്. കൂടാതെ നെറ്റ്വർക്ക് എഫക്റ്റ് നോക്കുകയാണെങ്കിൽ ഏറ്റവും ഉയർന്ന നെറ്റ്വർക്ക് എഫക്റ്റ് നമ്മൾക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ ആവറേജ് റവന്യൂ പെർ യൂസർ നോക്കുകയാണെങ്കിൽ വളരെ ഉയർന്ന ആവറേജ് റവന്യൂ പെർ യൂസറും ലോ പ്രൈസ് സെൻസിറ്റിവിറ്റിയും അതുകൂടാതെ ഹൈ ഓപ്പറേറ്റിംഗ് ലിവറേജും ഉള്ളതുകൊണ്ടാണ് പ്രമുഖ ബ്രോക്കേജിംഗ് ഏജൻസിയായ മോട്ടിലാൽ ഓസ്വാൾ ഇന്ത്യ മാർട്ട് ഇൻ്റർമെഷ് എന്ന സ്റ്റോക്കിന് 8,610 രൂപയുടെ ടാർഗറ്റ് നൽകിയത്. അതോടൊപ്പം തന്നെ ഈ സ്റ്റോക്കിനെ സംബന്ധിച്ചുള്ള മറ്റൊരു പ്രധാനപ്പെട്ട ഒരു ഫാക്ടർ തന്നെയാണ് സ്റ്റോക്കിലുള്ള ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റേഴ്സിൻ്റെയും ഡൊമസ്റ്റിക് ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റേഴ്സിൻ്റെയും ഹോൾഡിംഗ്. പ്രൊമോട്ടറിൻ്റെ ഹോൾഡിംഗ് നോക്കുകയാണെങ്കിൽ 49.8% പ്രൊമോട്ടർ ഹോൾഡിംഗ് ആണ്. ഡൊമസ്റ്റിക് ഇൻസ്റ്റിറ്റ്യൂഷണൽസിൻ്റെ ഹോൾഡിംഗ് നോക്കുകയാണെങ്കിൽ അവിടെ നമ്മൾക്ക് 4.7% ഹോൾഡിങ്ങും ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റേഴ്സിൻ്റെ ഹോൾഡിംഗ് നോക്കുകയാണെങ്കിൽ 26
18.8% ഹോൾഡിങ്ങും കാണാൻ സാധിക്കുന്നുണ്ട്. പബ്ലിക് ഹോൾഡിംഗ് 18.6%. അതായത് കമ്പനിയുടെ ഒരു മേജർ സ്റ്റോക്ക് ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റേഴ്സിൻ്റെ കയ്യിൽ സെക്യൂർ ആണ് എന്നുള്ളതും ഈ സ്റ്റോക്കിനെ സംബന്ധിച്ചുള്ള ഒരു പ്രധാനപ്പെട്ട ഫാക്റ്റ് തന്നെയാണ്. ഇന്ത്യ മാർട്ട് ഇൻ്റർമെഷ് എന്ന സ്റ്റോക്കിൻ്റെ ടെക്നിക്കൽ അനാലിസിസിലേക്ക് കടക്കാം. ടെക്നിക്കൽ അനാലിസിസിൻ്റെ ഭാഗമായി ഡെയിലി ചാർട്ട് പാറ്റേൺ ആണ് ഇവിടെ ഓപ്പൺ ചെയ്തിരിക്കുന്നത്. സ്റ്റോക്ക് അതിൻ്റെ 20-ഡേ എക്സ്പോണൻഷ്യൽ മൂവിംഗ് ആവറേജ് റേഞ്ചായ 7200 രൂപ എന്ന ക്രൂഷ്യൽ സപ്പോർട്ടിലാണ് സ്റ്റോക്ക് ഇപ്പോൾ സപ്പോർട്ട് എടുത്തു നിൽക്കുന്നത്. സ്റ്റോക്കിൻ്റെ മുന്നിലുള്ള രണ്ട് പ്രധാനപ്പെട്ട റെസിസ്റ്റൻസുകൾ 7500 രൂപയും 7700 രൂപയുമാണ്. അതായത് കഴിഞ്ഞ 2-3 മാസമായി ഈ സ്റ്റോക്ക് ഇതേ റേഞ്ചിൽ വളരെ വലിയ ഒരു റെസിസ്റ്റൻസ് തന്നെയാണ് ഫീൽ ചെയ്യുന്നത്. സ്റ്റോക്ക് അതിൻ്റെ 20-ഡേ എക്സ്പോണൻഷ്യൽ മൂവിംഗ് ആവറേജ് റേഞ്ച് എന്ന സപ്പോർട്ട് ബ്രീച്ച് ചെയ്യുകയാണെങ്കിൽ പിന്നീട് ഈ സ്റ്റോക്ക് ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റിയ ഏറ്റവും നല്ല റേഞ്ച് 7000 എന്ന റേഞ്ച് തന്നെയാണ്. 7000 എന്ന റേഞ്ചിൽ സ്റ്റോക്ക് റീസെൻ്റ്ലി 3 പ്രാവശ്യം വന്ന് സപ്പോർട്ട് എടുത്തു. 3 പ്രാവശ്യവും ഈ സ്റ്റോക്ക് 7000 രൂപ എന്ന റേഞ്ചിൽ എത്തിയപ്പോൾ വളരെ വലിയ ഒരു ബൈയിങ് മൊമെൻറ്റം തന്നെയാണ് നമ്മൾക്ക് കാണാൻ സാധിക്കുന്നത്. അതുപോലെ തന്നെ ഡൗൺ സൈഡ് ഓരോ പ്രാവശ്യവും, അതായത് സ്റ്റോക്കിൻ്റെ സപ്പോർട്ട് ഓരോ പ്രാവശ്യവും ഉയരുന്നതും ഈ സ്റ്റോക്കിനെ സംബന്ധിച്ചിടത്തോളം ഒരു പോസിറ്റീവ് അപ്ഡേറ്റ് തന്നെയാണ്. ഏതെങ്കിലും കാരണവശാൽ 7000 എന്ന് പറയുന്ന സൈക്കോളജിക്കൽ സപ്പോർട്ട് ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ പിന്നീട് ഈ സ്റ്റോക്കിൽ കാണാൻ സാധിക്കുന്ന ഏറ്റവും മേജർ സപ്പോർട്ട് 6750 രൂപ എന്ന റേഞ്ച് തന്നെയാണ്. ഏകദേശം മെയ് മാസത്തിൽ ഈ സ്റ്റോക്ക് 6750 രൂപ എന്ന റേഞ്ചിൽ വന്ന് സപ്പോർട്ട് എടുക്കുകയും ചെയ്തു. ഇനി സ്റ്റോക്കിൻ്റെ RSI നോക്കുകയാണെങ്കിൽ RSI 52ഉം മണി ഫ്ലോ ഇൻഡെക്സ് നോക്കുകയാണെങ്കിൽ മണി ഫ്ലോ ഇൻഡെക്സ് 60ഉമാണ്. അതായത് ഈ സ്റ്റോക്കിൽ ഇനിയും ഗ്രോത്ത് ഓപ്പർച്യൂണിറ്റി അല്ലെങ്കിൽ മൊമെൻറ്റം വരാനുള്ള സാധ്യതകൾ ഉണ്ട് എന്ന് തന്നെയാണ് മണി ഫ്ലോ ഇൻഡെക്സും RSIയും കാണിക്കുന്നത്. സ്റ്റോക്കിൻ്റെ ഡെലിവറി നോക്കുകയാണെങ്കിൽ ആവറേജ് വീക്കിലി ഡെലിവറി നമ്മൾക്ക് 40% മുതൽ 60% ഇടയ്ക്ക് കാണാൻ സാധിക്കും. അതായത് ഇൻവെസ്റ്റേഴ്സും ഈ സ്റ്റോക്കിൽ പൊസിഷൻ എടുക്കുന്നു എന്നുള്ളൊരു ഇൻഡിക്കേഷൻ തന്നെയാണ് 50% മുകളിൽ അല്ലെങ്കിൽ 80%-ഓടുള്ള അടുത്ത ഡെലിവറി ഈ സ്റ്റോക്കിൽ നിന്നും ഉളവാക്കുന്നത്. ഇനി നമ്മൾക്ക് ഈ സ്റ്റോക്കിൻ്റെ അപ്സൈഡ് മൂവ്മെൻറ്റ് നോക്കുകയാണെങ്കിൽ ഈ സ്റ്റോക്കിൽ ഏകദേശം 20%-ഓളം അപ്സൈഡ് മൂവ്മെൻറ്റിനുള്ള പോസിബിലിറ്റിയും 10%-ഓളം ഡൗൺ സൈഡ് മൂവ്മെൻറ്റിനുള്ള പോസിബിലിറ്റിയുമാണ് കാണുന്നത്. അതായത് കറണ്ട് മാർക്കറ്റ് പ്രൈസിൽ നമ്മൾ എൻട്രി ചെയ്താൽ കൂടിയും ഈ സ്റ്റോക്കിൽ ഫേവറബിൾ റിസ്ക് റിവാർഡ് റേഷ്യോ ആണെന്ന് കൂടി മനസ്സിലാക്കാൻ സാധിക്കും. വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു. താങ്ക്